പുതിയ പുതിയ വാർത്തകളൊന്നുമില്ല. എന്ന് ഒരേപോലെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലെ ഡെയിലി പത്രം വരുന്നത്. അമ്മ ഓ ചായ ആണോ? നീ കൊണ്ടുവാ. അയ്യയ്യേ, എന്തമ്മ ഇതിന് ചൂടില്ലല്ലോ. ചൂടില്ലേ? ഇല്ല. ബെസ്റ്റ്. ഞാൻ മുത്തോടത്ത് പറഞ്ഞതാണ് ഒന്ന് കൊണ്ടുകൊടുക്കുന്നു. കൊണ്ടുകൊടുത്തില്ല. എന്നിട്ട് അവരവിടെ അടുക്കള നിക്കുന്നു. ഭയങ്കര പണിയാ. എന്തുവാണ് ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര പണി? എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള ശ്രമത്തില. മുത്തുവല്ലേ? സാമ്പാർ പുളിശ്ശേരിയായിരിക്കും. അതൊന്നുമല്ല, പുറത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കുക. എന്താവോ എന്തോ, ആർക്കറിയാം ഉണ്ടാക്കണം എന്താണെന്ന്. നീ അങ്ങനെ അവനെ അങ്ങ് കുറ്റം പറയാതെ. അമ്മ കുറ്റം പറയുന്ന ചീത്ത പറയുന്നുണ്ടല്ലോ. കുഴപ്പമില്ലല്ലേ? അത് ശരി. എടി കൊച്ചേ, അവനെ കുഞ്ഞു പ്രായത്തിൽ ഇവിടെ വന്ന് കേറിയതാ. ഞാൻ വല്ലതും പറഞ്ഞാൽ അവൻ കേട്ടോട് നിൽക്കുകയും ചിരിച്ചോണ്ട് ഒരു അക്ഷരം പുറത്ത് പറയുകയില്ല. അതുപോലാണോ എന്റെ മക്കള് കെട്ടിക്കൊണ്ട് വന്നവർ, എന്റെ പിള്ളേര് പെൺപിള്ളേർ ഇതിനെ കയറി വന്നവര്. ശരിയല്ലേ? ഇനി അഥവാ നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, അല്ലെ അവനൊന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, നിനക്ക് പിടിക്കുവോ? ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ കൊമ്പോർക്കും. അങ്ങനെ അങ്ങോട്ട് വാശിപ്പുറത്ത് അത് പറഞ്ഞു, ഒന്ന് പറഞ്ഞ്, രണ്ട് പറഞ്ഞ്, മൂന്ന് പറഞ്ഞൊക്കെ കഴിയുമ്പോഴായിരിക്കും മോളിൽ നിന്ന് ലക്ഷ്മി കൊച്ചമ്മയുടെ വരവ്. മനസ്സിലായല്ലോ? അവൾ ഇങ്ങോട്ടൊന്ന് അടുത്ത ചോദ്യമായി, ഉത്തരവായി, വാശിയായി, ഭരണമായി നിനക്ക് പിടിക്കത്തില്ല. അവള് നീയും കൂടെ തമ്മില് പിന്നൊടക്കാവും. അല്ലേ? ശരിയാ. ഇതൊക്കെയാണ് മോളെ ഞാൻ പറയുന്നത്. ആരോ പറഞ്ഞ പോലെ അടി വരുന്ന വഴി എന്ന് പറയുന്ന പോലെ ഉടക്ക് വരുന്ന വഴി ഇങ്ങനെയാണ് ഈ വീട്ടിലുണ്ടാവുന്നത്. എല്ലാം അമ്മയ്ക്ക് അറിയാല്ലേ? എന്താ ഒരു സംഭവമാണ് കേട്ടോ. ആണോ? അയ്യോ, അതെ, ഞാൻ രാവിലെ നല്ല ഒന്നാം തരം സോപ്പ് വെച്ച് കുളിച്ചതാ. ഇനി നീയായിട്ട് പതപ്പിക്കണ്ട കേട്ടാ. അയ്യോ, എന്നാ പിന്നെ ആ ചായ എടുത്തോട്ടെ. എടുത്തോ. എനിക്ക് വേണ്ട, അത് തണുത്ത് കൊട്ടിയിരിക്കുന്നു. അവനോട് പറ നല്ലൊരു ചായ ഇട്ട് തരാന്. ഞാൻ ഇട്ടുകൊണ്ടുവരാം. ഓഫീസിൽ താണല്ലോ. ഹലോ, സത്യമാണോ? ഓ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞോ? എല്ലാരും അറിഞ്ഞോ? താങ്ക് യു. നന്നായിരിക്കട്ടെ. ഗുഡ് വർക്ക്. ഓക്കെ, കീപ് ഗോയിങ്. ശരി എന്നാ. ഓക്കെ. ആരമ്മ? എന്തോന്ന്? മകളെ, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. എന്താ? അതായത് ഇക്കൊല്ലത്തെ മികച്ച ബിസിനസ് സ്ഥാപനത്തിനുള്ള അവാർഡ് ചന്ദ്രഹാസൻ കമ്പനിക്കാണ് കിട്ടിയത്. അയ്യോ, സത്യമായിട്ടും? അയ്യോ, ഇതിവിടെയുള്ള എല്ലാരും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ? പിന്നെ സന്തോഷമല്ലേ? അങ്ങനെ എത്രയോ പ്രാവശ്യം ഇത് കിട്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിപ്പോ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ തവണയല്ലേ അമ്മ കിട്ടണേ? നീ വന്നിട്ട് രണ്ടാം തവണയാ. പക്ഷെ അതിനു മുമ്പ് കുറെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആണാ? ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടാ? കിട്ടിയിട്ടുണ്ട് മക്കളെ. പാവം, ഒരു വിഷമേ ഉള്ളൂ അമ്മയ്ക്ക്. എന്റെ ചന്ദ്രേട്ടൻ ഇതൊന്നും കാണാനില്ലാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമം. ചന്ദ്രേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ഗംഭീരമായിട്ട് വിജയിച്ചു. പക്ഷേ ജീവിതത്തില് ഇനിയിപ്പോ ഓർത്തിട്ട് എന്ത് കാര്യം മോളെ? അമ്മ, ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? നീ ഏതെങ്കിലും ചോദിക്കുമ്പോ ഞാൻ ഇതുവരെ സത്യം പറയാതിരുന്നിട്ടുണ്ടോ? അമ്മ, അമ്മയുടെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരും നമുക്ക് വിശ്വാസം ഉണ്ടോ? വിശ്വാസമുണ്ട് മോളെ. എന്റെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരും. നീ കണ്ടോ? അമ്മ, ഇത് രാവിലെ പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു, പക്ഷെ പറയാൻ മറന്നുപോയി. അത് ശരി. എനിക്കാണോ? ഇക്കാലത്തേക്ക് ആരെങ്കിലും കത്തെഴുതൂലേ? നീ ഇപ്പൊ ചോദിച്ചല്ലേ ഉള്ളൂ. അമ്മ, ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുമോ എന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ? ഇതെന്റെ ചന്ദ്രേട്ടൻ എഴുതാ. ശരിക്കും? ചന്ദ്രേട്ടൻ തിരിച്ചു വരും. വരുന്നു. ആണോ? അയ്യോ, എന്താ എഴുതിയേക്കുന്നേ? എന്നൊന്നും എഴുതിയിട്ടില്ല. ഞാൻ തിരിച്ചു വരും, നിന്റെ സ്വന്തം ചന്ദ്രേട്ടൻ. ഈശ്വര, ഇപ്പൊ കുറച്ചും കൂടെ സന്തോഷായില്ലേ അമ്മ?
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.